ഡൽഹിയിൽ പാർലമെൻറ്റ് സ്റ്റേറ്റ് പോലീസ് സ്റ്റേഷന് മുമ്പിൽ രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധത്തിലേക്കാണ് ആദ്യം. ഇന്ന് രാവിലെ 11 മണി കഴിഞ്ഞപ്പോഴാണ് രാഹുൽ ഗാന്ധി CJP പ്രൊട്ടസ്റ്റിനിടെ പെല്ലറ്റ് പ്രയോഗത്തിൽ ഡൽഹി പോലീസിൻ്റെ പെല്ലറ്റ് പ്രയോഗത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ശരീരത്തിൽ 200ഓളം പെല്ലറ്റുകൾ തറച്ചു എന്നാണ് ആ വിദ്യാർത്ഥിയുടെ. അതിൽ 3 ആ യുവാവിൻ്റെ കണ്ണുകളിൽ കൂടിയിട്ട് തറച്ചിരുന്നു. അദ്ദേഹത്തിന് കാഴ്ച നഷ്ടമാവുകയും ചെയ്തിരുന്നു. ഈ യുവാവുമായിട്ടാണ് ഡൽഹിയിലെ പാർലമെൻറ്റ് സ്ട്രീറ്റിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് അദ്ദേഹം കടന്നിരുന്നത്. ആദ്യം മന്ദിർമാർഗ് പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ പരാതിയിൽ കേസെടുക്കാൻ തയ്യാറാകുന്നില്ല. അതിൽ കേസെടുക്കണം, FIR രജിസ്റ്റർ ചെയ്യണമെന്നാണ് രാഹുൽ ഗാന്ധി ഉയർത്തുന്നത്. മുമ്പും ഈ വിദ്യാർത്ഥി ഇത്തരം ആവശ്യമായി പോലീസിനെ സമീപിച്ചിരുന്നെങ്കിലും കേസെടുക്കാൻ പോലീസ് തയ്യാറായിരുന്നില്ല. നേരത്തെ നമുക്കറിയാം, ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ വിദ്യാർത്ഥികൾക്ക് പോലീസിൽ നിന്നുള്ള പെല്ലറ്റ് ആക്രമണം ഏറ്റതിന് ശേഷം ഇവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്ന രാഹുൽ തന്നെയാണ്. ഈ വിഷയത്തിൽ തുടർന്ന് പാർലമെൻറ്റ് സ്ട്രീറ്റ് വളർത്തുള്ള പോലീസ് സ്റ്റേഷനിൽ രാഹുൽ എത്തുകയും അവിടെ ഇതിൽ കേസെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. അവിടുത്തെ DCPയുമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. എന്നാൽ കേസെടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. FIR രജിസ്റ്റർ ചെയ്യുന്നവരെ പ്രൊട്ടസ്റ്റുമായിട്ട് താൻ പുറത്തുണ്ടാകുമെന്നാണ് രാഹുൽ ഗാന്ധി അറിയിച്ചത്. തുടർന്ന് കോൺഗ്രസിൻ്റെ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ കൂടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. CJP പ്രൊട്ടസ്റ്റിൽ ഏതെങ്കിലും ഒരു സമയത്ത് പോലും അവിടെ പെല്ലറ്റ് ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്ന് പോലീസ് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഏതെങ്കിലും തരത്തിൽ മന്ത്രിമാരോ അല്ലെങ്കിൽ BJPയുടെ ഏതെങ്കിലും നേതാക്കളോ ഇതിനെ ശരിവെക്കുന്നയോ സ്ഥിരീകരിക്കുന്നതായ കാര്യങ്ങൾ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം BJPയെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ കേന്ദ്രത്തിനെ കൊണ്ട് ഏറ്റെടുപ്പിക്കാൻ കഴിയുമോ, അത് അവർ ശരിവെക്കുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ പരിശോധിക്കുന്നത്. രാഹുലിൻ്റെ ഈ പ്രൊട്ടസ്റ്റ് എവിടെ വരെ എത്തിയെന്നുള്ളത്. അജിംസ്, ഇപ്പോൾ രാഹുൽ നടത്തുന്ന ഈ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടല്ലോ, നേരത്തെ CJP സമരം കഴിഞ്ഞു, അതിൽ മന്ത്രി രാജിവെച്ചു, CJP വേറൊരു പരിപാടിയുടെ പുറകെ പോകുന്നപ്പോഴും രാഹുൽ ഇത് വിടാതെ ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ കേസ് രജിസ്റ്റർ ചെയ്യണം, കേസെടുക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. അതുമായിട്ട് രാഹുൽ പ്രൊട്ടസ്റ്റുമായിട്ട് വീണ്ടും മുന്നിലേക്ക് വരുന്നു. എങ്ങനെയാണ് കാണുന്നത്? വളരെ സ്ട്രാറ്റജിക് ആയിട്ടൊരു മൂവായിട്ടാണ് ഇതിന് രാഹുൽ ഗാന്ധി നീക്കത്തെ തോന്നുന്നത്. കാരണം ഒരു വശത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം ഇന്ത്യ സഖ്യം ചെയ്യേണ്ട കുറേയധികം പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ ജന്തർ മന്ദറിൽ നമ്മൾ കണ്ട പ്രൊട്ടസ്റ്റ് യഥാർത്ഥത്തിൽ ഒരുപാട് വിഷയങ്ങൾ ഉന്നയിച്ചാണ്. വിദ്യാഭ്യാസം, നീറ്റ് എക്സാം ചോർച്ച, ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി, ഇത് മാത്രമായിരുന്നില്ല CJPയുടെ മാനിഫെസ്റ്റോ. ഒരുപാട് കാര്യങ്ങളുണ്ട്. അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും മാധ്യമങ്ങളെയും കോടതിയെയും ഒക്കെ ഓഡിറ്റ് ചെയ്തുകൊണ്ടാണ് ആ സമരം ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം ഒരർത്ഥത്തിൽ ഒപ്പോസിഷൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അവർക്കത് സ്ട്രീറ്റ് പ്രൊട്ടസ്റ്റാക്കി മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. കോൺഗ്രസ് അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിനൊരു ട്രാക്ഷൻ ലഭിച്ചിട്ടില്ല, കാര്യമായ പിന്തുണ ഉണ്ടായിട്ടില്ല. അപ്പോൾ നീറ്റ് എക്സാമിൽ തന്നെ കോൺഗ്രസ് പലയിടത്തും പ്രൊട്ടസ്റ്റ് നടത്തിയിട്ടുണ്ട്, NSU നടത്തിയിട്ടുണ്ട്. ഛാത്രോം കാ കുഞ്ച് എന്ന് പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ പല സ്ഥലത്തും ഇത്തരം വിദ്യാർത്ഥികളുടെ കൂട്ടായ്മകൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. പക്ഷേ വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി സമരം ചെയ്യുമ്പോഴാണ് അതിന് രാജ്യം മുഴുവൻ ഒരു ശ്രദ്ധ കിട്ടുന്നതും സർക്കാർ പ്രതിസന്ധിയിലാവുകയും ചെയ്യുന്നത്. അതേസമയം തന്നെ ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റിന് സമാന്തരമായി ആ ജന്തർ മന്ദർ പ്രൊട്ടസ്റ്റിനെതിരെ പോലീസ് ഫോഴ്സ് ഉപയോഗിച്ചതിനെതിരെയാണ് രാഹുൽ ഗാന്ധി സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഒരേ സമയം അതിനെ എന്താണ് പറയുക, ആ സമരത്തെ പിന്തുണച്ചുകൊണ്ട് മറ്റൊരു പ്രൊട്ടസ്റ്റാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ കുത്തിയിരുന്ന ആ സംഭവം നമുക്കറിയാം. അത് പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ ഒരർത്ഥത്തിൽ തെറ്റിദ്ധരിപ്പിച്ചാണ് സമരത്തിലേക്ക് കൊണ്ടുവന്നത്. അത് രാഹുൽ ഗാന്ധിക്ക് തന്നെ സംശയമാണ്. അത് ഒരു സമരം ചെയ്യാൻ, ഒരു കോൺഗ്രസ് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്തൊരു സമരം ചെയ്യാൻ പോലും രാഹുൽ ഗാന്ധിക്ക് അത്ര വിശ്വാസം പോരാ കൂടെയുള്ളവരെന്നാണ് അതിന്ന് മനസ്സിലാവുന്നത്. സമരം ചെയ്യാൻ വിളിച്ച് ആരൊക്കെ വരും എന്നുള്ള കാര്യത്തിൽ പോലും ഉറപ്പില്ല. അപ്പോൾ അദ്ദേഹം ഖർഗയുടെ ബർത്ത്ഡേ പാർട്ടി എന്ന് പറഞ്ഞ ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരുന്നു, പ്രധാനമന്ത്രിയുടെ അടുത്ത് കൊണ്ടുവന്നു, അവിടെ സമരം ചെയ്യുന്നു. സമരം വലിയ ശ്രദ്ധ നേടുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സമരം തന്നെ ശ്രദ്ധിക്കുക. ഈ സമരത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഒപ്പം കൂടെ വേറെ ആരും ഇല്ല. രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്ന് തോന്നുന്നു. പിന്നെ ഹരിയാന എന്നുള്ള കുറേ കോൺഗ്രസ് നേതാക്കളാണ് അതിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം AICC ആസ്ഥാനത്ത് നിന്ന് നേതാക്കളെയൊന്നും കൂട്ടി വരാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര വിശ്വാസം പോരാന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ച ഒരു സംഭവം AICC ആസ്ഥാനത്ത് ഉണ്ടാവില്ലായിരുന്നു. സേവാദളുകാർക്ക് പറ്റിയ അബദ്ധം, അല്ലെങ്കിൽ അത് ഏൽപ്പിച്ച ഗായകർക്ക് പറ്റിയ അബദ്ധം അല്ലാതെ അതങ്ങനെ പാടാൻ തന്നെ തീരുമാനിച്ച് പാടിച്ചതാണ്. അത് കോൺഗ്രസിനെ എത്ര പ്രതിസന്ധിയിലാക്കിയെന്ന് നമുക്കറിയാം. അപ്പോൾ കൂടെ ഉള്ളവർ പോലും RSSൻ്റെ അജണ്ടയായിട്ട് നടക്കുന്നവരാണോ എന്ന് രാഹുൽ ഗാന്ധി സംശയിക്കുന്നുണ്ട്. അദ്ദേഹം എല്ലാ സമരവും ഒറ്റയ്ക്ക് നിന്ന് നേരിടുകയാണ്. എല്ലാ സമരത്തിനും അദ്ദേഹം ഒറ്റയ്ക്കാണ് പോകുന്നത്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ സാഹിൽ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന് മാത്രമാണ് പെലറ്റ് ഗൺ കൊണ്ടത് എന്നാണ് സുപ്രീം കോടതിയിൽ ഇത് സംബന്ധിച്ച കേസിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞത്. അങ്ങനെ വ്യാപകമായി അത് തന്നെ സംശയാസ്പദമാണ്. കേന്ദ്രം നൽകിയ അഫിഡവിറ്റ് പറയുന്നത് അത് തന്നെ സംശയാസ്പദമാണ്. പെലറ്റ് ഗൺ ഉപയോഗിച്ച് ഒരാൾക്ക് മാത്രം എങ്ങനെയാണ് വെടികൊള്ളുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിന് മറുപടി പറയുന്നത് ആഭ്യന്തര മന്ത്രാലയമാണ്. ഇവർ പറയുന്ന ആർക്കും അവിടെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടേ ഇല്ല, ആർക്കും വെടി കൊണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ 200-ലധികം പെല്ലറ്റുകൾ കയറി അത് റിമൂവ് ചെയ്ത പെല്ലറ്റുകളുമായിട്ടാണ് അവിടെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഒരു വശത്ത് ഇതിനെ കണ്ണടച്ച് നിഷേധിക്കുക, അതായത് ഈ പ്രൊട്ടസ്റ്റിൽ നിന്നുണ്ടായിട്ടുള്ള തിരിച്ചടി എന്താണെന്ന്
വ്യക്തമായി പഠിച്ച് അതിനെ ഓവർകം ചെയ്യുന്നതിന് പകരം കേന്ദ്ര സർക്കാർ യഥാർത്ഥത്തിൽ ക്ലൂലെസ് ആണ്. അവർക്ക് ആകെ അറിയാവുന്ന ടെക്സ്റ്റ് ബുക്കിലെ ആ പാഠങ്ങൾ അവരിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ വിദ്യാഭ്യാസ പ്രശ്നം ഇന്നിപ്പോൾ CJP ഇന്ത്യയിൽ മുഴുവനായിട്ട് ഉയർത്തുന്നുണ്ട്. അതിനെങ്ങനെ നേരിടണമെന്നറിയില്ല. വന്ദേമാതരം വിഷയം കൊണ്ടുവന്ന് വീണ്ടും ആ പഴയ പോളറൈസേഷൻ ടാക്ടിക്സ് ഉപയോഗിക്കുകയാണ് കേന്ദ്രം ചെയ്യുന്നത്. ഈ രാജ്യത്ത് പലവിധ വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള അതിരൂക്ഷമായ എതിർപ്പ് ഉയർന്നു വരികയാണ്. അത് സാമൂഹ്യ മാധ്യമങ്ങൾ മാത്രമല്ല, നമ്മൾ തെരുവിലേക്ക് നോക്കിയാൽ പോലും അത് വ്യത്യസ്ത വിഷയങ്ങളിൽ ആളുകൾ കേന്ദ്രത്തിനെതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു എതിർപ്പ് ഈ 12 വർഷത്തിനിടെ മോദി സർക്കാർ നേരിട്ടിട്ടില്ല. അപ്പോൾ കർഷക സമരമാവട്ടെ, അല്ലെങ്കിൽ മറ്റ് CA പ്രൊട്ടസ്റ്റ് ആവട്ടെ, അതുപോലെയല്ല ഇപ്പോൾ ഈ സിറ്റുവേഷൻ സമൂഹത്തിലെ എല്ലാ സ്ട്രാറ്റയിൽ നിന്നുള്ള ആളുകളും സർക്കാരിനെതിരെ സംസാരിക്കുന്നു, സർക്കാരിൽ അവിശ്വാസം രേഖപ്പെടുത്തുന്നു, ഈ സർക്കാരിൽ വിശ്വാസമില്ല എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനെങ്ങനെ മറികടക്കുന്നുള്ള കാര്യത്തിൽ ക്ലൂലെസ് ആണ് അമിത്ഷായും മോദിയും. ഇതിനെങ്ങനെ മറികടക്കാൻ കഴിയും? അപ്പോൾ അവർ പഴയ ടെക്സ്റ്റ് ബുക്ക് വീണ്ടും കൊണ്ടുവരികയാണ്. വന്ദേമാതരം എടുത്ത് ഇന്നലെ അമിത്ഷായുടെ പ്രസ്താവന ഉണ്ടല്ലോ, കോൺഗ്രസ് 1937 തന്നെ രാജ്യത്തെ വഞ്ചിക്കുകയാണ് ചെയ്തത്. അവർ ദേശസ്നേഹികളല്ല. 37 തന്നെ അവരെന്ത് ചെയ്തു? അവർ ദേശത്തെ വഞ്ചിച്ചു. ദേശദ്രോഹി എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത്. എന്ത്? വന്ദേമാതരം പൂർണ്ണമായി ആലപിക്കാതെ. അപ്പോൾ അമിത്ഷാ പറഞ്ഞു വരുന്ന ആരെക്കുറിച്ചാണ്? സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച്, മഹാത്മാഗാന്ധിയെക്കുറിച്ച്, ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച്, അബുൽ കലാം ആസാദിനെ കുറിച്ച്, ടാഗോറിനെ കുറിച്ച്. ടാഗോറിൻ്റെ കൺകറൻസോടുകൂടിയാണ് അത് 2 സ്റ്റാൻസ പാടിയാൽ മതിയെന്ന് നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും കൂടി ചേർന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇവരൊക്കെ ദേശദ്രോഹികളാണെന്നാണ് അമിത്ഷാ പറഞ്ഞു വയ്ക്കുകയാണ്. ഇവർക്ക് വേറെ ഒരു പണി അറിയില്ല. ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഓവർകം ചെയ്യാൻ. യഥാർത്ഥത്തിൽ BJPയുടെ വോട്ട് ബാങ്കാണ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. BJPയുടെ വോട്ട് ബാങ്കാണ് മറ്റേ ബീഹാറിലെ ഉപതെരഞ്ഞെടുപ്പിൽ അവർക്കെതിരെ വോട്ട് ചെയ്തത്. അപ്പോൾ തങ്ങളുടെ കൂടെ നിന്നുകൊണ്ടിരുന്ന, പരമ്പരാഗതമായി തങ്ങളുടെ കൂടെ നിന്നുകൊണ്ടിരുന്ന വോട്ട് ബാങ്ക് തങ്ങൾക്കെതിരെ തിരിഞ്ഞ് സംസാരിക്കുന്നു, തങ്ങൾക്കെതിരെ വോട്ട് രേഖപ്പെടുത്തുന്നു എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ മറികടക്കാൻ RSS മേധാവി ജൻസിയോട് സംസാരിക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പഠിക്കണമെന്ന് RSS നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക BJPയോട്. ആ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നികത്തണം, അവരോട് സംസാരിക്കണം, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം. ആ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന പറഞ്ഞും രാജ്യദ്രോഹികളല്ല, അവർ പാകിസ്ഥാനികളല്ല എന്ന് RSS പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴും അമിത്ഷായ്ക്ക് അത് മനസ്സിലാവുന്നില്ല. അമിത്ഷാ പിന്നെയും ചെയ്യുന്നത് എന്താണ്? എങ്ങനെയെങ്കിലും പോളറൈസേഷൻ ടാക്ടിക്സിലൂടെ ഈ സാധനം മുക്കിക്കളയാമെന്നാണ്. BJPയിൽ സംഘടന പുനഃസംഘടന നടത്തുന്നു. BJP IT സെല്ലിൽ അമിത് മാളവി ഒഴിവാക്കി പുതിയ ആളെ കൊണ്ടുവരുന്നു. ഇത് മറികടക്കാൻ അവർക്ക് പറ്റുന്നില്ല. പുതിയ ആൾ വന്നിട്ട് അയാൾക്കൊന്നും അറിയില്ല എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന്. അത് വച്ചിട്ടുള്ള കൺവീനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാകട്ടെ 10-12 കൊല്ലമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഈ കുത്തിത്തിരിപ്പും വർഗീയതയും മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന, മണ്ടത്തരം മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന കുറേ ആളുകളാണ്. അവരെല്ലാം ചാർജ് എടുത്ത ഉടനെ തന്നെ ട്വിറ്ററിൽ അവരുടെ പഴയ പോസ്റ്റുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. അതിൻ്റെ കൺവീനർ എന്താ മാസ്കെ പോലും അദ്ദേഹം ടൈം ലൈനിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം അപ്പോയിൻറ്റഡ് ആയിട്ട് മുമ്പ് ഒരൊറ്റ പോസ്റ്റും ഇല്ല. അതൊക്കെ പ്രൈവറ്റാക്കി ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടാണ് അദ്ദേഹം പുതുതായിട്ട് ഫ്രഷ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതെങ്ങനെ ചെയ്യണം? ഇവരുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഇവർ പഠിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങളല്ലാണ്ട് ഇവർക്ക് പുതുതായിട്ടൊന്നും അറിയില്ല. ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്നറിയില്ല. അവിടെയാണ് എന്ത് ചെയ്യുന്നത് രാഹുൽ കൃത്യമായി ആ പോയിൻ്റ് ഔട്ട് ചെയ്ത് ആ പ്രശ്നത്തിൽ പിടിക്കുന്നത്. ഇപ്പോൾ ഈ വിഷയത്തിൽ FIR ഇട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഈ സമയത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണം. അത് FIR ഇട്ടതല്ലേ? രാഹുൽ ഗാന്ധി അറ്റൻഷൻ സീക്കിങ്ങിന് വേണ്ടി ഡ്രാമ കളിക്കുകയാണെന്നാണ് കുറച്ച് മുമ്പ് JP നഡ്ഡ പറയുന്നത്. ഏത് FIR ഇട്ടിട്ടുള്ളത്? FIR ഇട്ടിട്ടുള്ളത് എന്തിനാണ്? അത് കോടതിയിൽ പറഞ്ഞിട്ടുള്ളത് ജന്തർ മന്ദറിൽ നടന്നിട്ടുള്ള മൊത്തം അക്രമ സംഭവങ്ങളിൽ ഞങ്ങൾ FIR ഇട്ടിട്ടുണ്ട്. ആ മൊത്തം അക്രമ സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ 200 പ്രൊട്ടസ്റ്റേഴ്സിനും 240 പോലീസ് ഓഫീസേഴ്സിനും പരിക്കേറ്റു എന്നാണ് FIR. അത് കൂടുതൽ പരിക്കേറ്റത് പോലീസുകാർക്കാണ് എന്നാണ് FIR. അതാണ് കോടതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ FIR ഇട്ടിട്ടില്ലേ, പിന്നെ എന്തിനാണ് പുതിയ FIR? ഇത് പ്രത്യേകമായി അന്വേഷിക്കണമെന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത്. കാരണം ഇതിൽ തെളിവുണ്ട്. ഒരാൾക്ക് പെല്ലറ്റ് ഗൺ കൊണ്ട് 100-200 മുറിവ് ഏറ്റിട്ടുണ്ട്. അയാളുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി പോയിട്ടുണ്ട്. ആ ചെറുപ്പക്കാരൻ 19 വയസ്സേ ഉള്ളൂ. പുള്ളി PSC എക്സാമിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണ്. അങ്ങനെ ഒരാൾക്ക് ഈ പറഞ്ഞ പെല്ലറ്റ് ഗൺ ഏറ്റിട്ട് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നങ്ങ് പറഞ്ഞ് ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുകയാണ്. അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആളങ്ങ് വിശ്വസിക്കുമെന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും പൊളിച്ചു തുടങ്ങുന്നതാണ്. രാഹുൽ ഗാന്ധി ആ പയ്യനെ കൊണ്ടുവന്ന് ആ പെല്ലറ്റുമായിട്ട് വന്നിട്ടാണ് FIR ഇടുക എന്ന് പറയുന്നത്. FIR ഇടുക എന്നുള്ളതുണ്ടല്ലോ ഒരു വളരെ ഏറ്റവും മിനിമം ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സംഭവം ഉണ്ടായത് ഒരു കോഗ്നിസിബിൾ ഒഫൻസാണ്. ഒരാൾക്ക് പരിക്കേറ്റു, അയാളെ വെടിവെച്ചു, പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് വെടിവെച്ചു, അതായത് തെളിവുണ്ട്, മുറിവുണ്ട്, ആശുപത്രി രേഖകളുണ്ട്. FIR ഇടാൻ എന്താണ് തടസ്സം? FIR ഇടുന്ന സുപ്രീം കോടതിയുടെ ഡയറക്റ്റീവ് ഉണ്ട് എന്താണ് FIR എന്നുള്ളതും ഏത് കേസിനാണ് FIR ഇടേണ്ടതെന്നുള്ളതും. പരാതി കൊടുത്തിട്ട് FIR ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ FIR ഇട്ടാൽ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന നല്ലൊരു സമര രീതിയാണ്. ഇതിൽ മിക്കവാറും കേന്ദ്രത്തിന് വഴങ്ങേണ്ടി വരും, FIR ഇടേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ് ജിമ്മി, കഴിഞ്ഞ ദിവസം വന്ന വാർത്തകൾ മോദിയുടെ പിൻഗാമിയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു, അത്തരം നീക്കങ്ങൾ ഉണ്ടാകും എന്നുള്ള കോൺഗ്രസിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ആ സമയത്ത് തന്നെ അവരെ രാഷ്ട്രീയമായിട്ട് കൂടുതൽ പ്രതിരോധത്തിലാക്കണം. ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ അകത്ത് അത് ഏറെക്കുറെ നടക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തും ഇന്നത്തെ വിഷയത്തിലടക്കം രാഹുൽ വല്ലാതെ സ്കോർ ചെയ്യുന്നുണ്ട്. അവരൊരു ഗെയിം പ്ലാൻ മാറിയിട്ടുണ്ടോ കോൺഗ്രസിൻ്റെ?
കോൺഗ്രസിൻ്റെ ഗെയിം പ്ലാൻ മാറിയോന്നല്ല, മറ്റു പലരുടെയും ഗെയിമിനകത്ത് കയറി കോൺഗ്രസ് ജയിക്കുന്ന ടീമിൻ്റെ കൂടെ ചേരുന്ന കാഴ്ച നമ്മൾ പലയിടത്തായിട്ട് കാണുന്നുണ്ട്. ഏറ്റവും അവസാനത്താണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രൊട്ടസ്റ്റിനകത്ത് രാഹുൽ ഗാന്ധി വളരെ സമർത്ഥമായി രാഹുൽ ഗാന്ധിയുടെ പങ്ക് നിർവഹിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പിൻവാങ്ങുകയാണ് ചെയ്തത്. അതിനുശേഷം ഈ സമരം തീർന്നു കഴിയുമ്പോഴും വിദ്യാർത്ഥികൾ, ഐസയുടെ ആളുകളടക്കം രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ പോയിട്ടാണ് ഒരുമിച്ചാണ് അവർ പിന്നെ മാധ്യമങ്ങളെ കണ്ടിട്ട് പോലീസ് ആക്ഷന് നടപടി വേണമെന്ന് പറഞ്ഞു. വിദ്യാർത്ഥികൾ രാഹുൽ ഗാന്ധിയെ വിശ്വസിക്കുന്നു. ഇതൊരു വലിയ മാറ്റമാണ്. രാഷ്ട്രീയ പാർട്ടികളെ ആരെയും ഞങ്ങൾക്ക് വിശ്വാസമില്ല എന്ന് പരസ്യമായി പറയുമ്പോഴും രാഹുൽ ഗാന്ധി കുഴപ്പമില്ല, രാഹുൽ ഗാന്ധി ഈസ് ഓക്കെ ഫോർ അസ് എന്ന് ന്യൂജൻ പറയുന്നു എന്നുള്ളിടത്താണ് ഇവിടുത്തെ പാരഡൈം ഷിഫ്റ്റ് സംഭവിച്ചിരിക്കുന്നത്. അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് മുമ്പിൽ പ്രകടനം നടക്കുമ്പോഴും പ്രതിഷേധം നടക്കുമ്പോഴൊക്കെ കൂടെയുള്ള കോൺഗ്രസ്സുകാർക്ക് പലർക്കും ഇതത്ര പിടിച്ചിട്ടില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവരുടെ ശരീരഭാഷയിൽ നിന്നുമൊക്കെ. ഇവരൊക്കെ അപ്രസക്തമാകുകയും രാഹുൽ ഗാന്ധി, ഏത് രാഹുൽ ഗാന്ധി, പപ്പു എന്ന് വിളിച്ച് 2013, 2014, 2015 ബി ജെ പിക്കാരെ അപമാനിക്കുകയും ആ അപമാനം അവരുടെ ആ ക്യാമ്പയിൻ ഓക്കെ എന്ന് വിളിച്ച് കൂടെ നിന്ന് പാടിയ ഒരു വലിയ ജനത ഇന്ത്യയിലുണ്ടായിരുന്നു. അവിടെയാണ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ആൾ, ഹി മീൻസ് ബിസിനസ്, അയാൾ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് അയാളെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു പുതിയ തലമുറ വരുന്നു എന്നുള്ളതാണ്. ഏത് തലമുറയാണ്? ബി ജെ പിയെ വരച്ച വരയിൽ നിർത്തിയ, ബി ജെ പിയുടെ പഴയ വോട്ട് ബാങ്ക് ആയിരുന്ന ആ ക്ലാസ്സിൽ നിന്ന് വരുന്ന ഇന്ത്യയിലെ മിഡിൽ ക്ലാസ്സാണ് ഈ പറഞ്ഞ സമരത്തിൻ്റെ ഭാഗമായി വരുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിനൊക്കെ ഒരു പ്രസക്തി നാട്ടിൽ അതിഭീകരമായ തൊഴിലില്ലായ്മയാണ്. അതുകൊണ്ട് തന്നെ ഒരു പരീക്ഷയുടെ ഒരു മാർക്ക് കുറഞ്ഞാൽ പോലും പ്രശ്നമാണ് ആളുകൾക്ക്. ഒരു പരീക്ഷ മര്യാദയ്ക്ക് നടന്നില്ലെങ്കിൽ, ഒരു നിയമന ഉത്തരവിൽ ഒരു അഴിവ് നടന്നിട്ടുണ്ടെങ്കിൽ, കാരണം ജോലി വളരെ കുറവുള്ള അതിഭീകരമായ തൊഴിലില്ലായ്മയുടെ ഒരു സാഹചര്യത്തിലാണ് ചെറുപ്പക്കാരുടെ ക്ഷമ കെട്ടുപോകുന്നത്. അവിടെ അവർ പ്രതീക്ഷയായ രാഹുൽ ഗാന്ധിയെ കാണുന്ന സമയത്താണ് രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത്തെ വരവ്. അത് ഇത്തവണ പോലീസ് സ്റ്റേഷനകത്ത് കയറി കുത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി പിന്മാറുമെന്ന് തോന്നുന്നില്ല. രാഹുൽ ഗാന്ധി എത്ര നേരം ഇരിക്കും എന്നാലോചിച്ച് കാത്തിരിക്കുകയാണ് പോലീസ്. ചിലപ്പം കുറച്ച് കഴിയുമ്പം അടുത്തിട്ട് എഴുന്നേറ്റ് പോകുമായിരിക്കും എന്നുള്ളതാണ്. പക്ഷേ പെല്ലറ്റ് ഗണ്ണിൻ്റെ തെളിവുകളുണ്ട്, വെടികൊണ്ട ആളുണ്ട്. സത്യത്തിൽ ഒരാൾക്കല്ല. നമ്മൾ വായിച്ചതാണ്, സഫ്ദർജംഗ് ഹോസ്പിറ്റലൊക്കെ ഒഴികെയുള്ള 2 ഹോസ്പിറ്റലിൽ നിന്ന് മാത്രം അന്ന് വിവരാവകാശം വഴി കളക്ട് ചെയ്ത് 10 പേർക്ക് പെല്ലറ്റ് ഗണ്ണിൻ്റെ ആക്രമണം ഉണ്ടായി എന്നാണ്. 10 പേർക്ക് വെടിയേറ്റെന്നുള്ളതാണ്. സഫ്ദർജംഗ് മുതലായ എയിംസ് മുതലായ ഹോസ്പിറ്റൽസ് എന്നുള്ള വിവരങ്ങൾ അപ്പോഴും വരാനുണ്ടായിരുന്നു. അതിനുശേഷം കിട്ടിയോ നമുക്കറിയില്ല. 10 പേർക്കെങ്കിലും വെടികൊണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് ഒരു ഒളിച്ചോടുക? ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് എത്ര ദിവസം ഒളിച്ചോടാൻ പറ്റും? അപ്പോഴാണ് കാഴ്ച നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ കറുത്ത കണ്ണാടി വെച്ചിട്ട് സാഹിൽ ലോബ എന്ന് മറ്റാണ് അദ്ദേഹത്തിൻ്റെ പേര്. സാഹിലാണ് ആദ്യത്തെ പേര്. സാഹിൽ ലോച്ചാബും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും പോലീസ് സ്റ്റേഷനിൽ ആൾ സഹിതം വന്നിട്ട് പെല്ലറ്റ് ഗണ്ണിൻ്റെ ഇന്ന് പോയ വെടിയുണ്ട കാണിച്ചുകൊണ്ട് നിങ്ങൾ FIR ഇട്ടേ പറ്റൂ എന്ന് പറയുന്നത്. ഇത് ഒരു മാസം മുമ്പ് ബി ജെ പിക്കാർ മറക്കാൻ ആഗ്രഹിക്കുന്ന ഡൽഹിയിലെ ആ നാണംകെട്ട പരാജയത്തിൻ്റെ, മോദി അടക്കമുള്ളവർ തോറ്റ് മണ്ണ് കപ്പി താഴെ വീണ ആ പരാജയത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. വലിയ പാടാണ് സഹിക്കാൻ. നോക്കൂ, ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഡൽഹിയിലെ സമരത്തിൽ ചെറുപ്പക്കാരൊക്കെ നന്നായിരുന്നു, ഗംഭീരമായിരുന്നു എന്ന് പറഞ്ഞ ബി ജെ പിയുടെ അതേ ഗുണ്ട സംഘം ഈ സ്കൂൾ ടീ കരോ ക്യാമ്പയിന് പോയ ആ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ആളുകളെ അടിച്ചോടിക്കുകയാണ് ഇന്ത്യയിലെ പട്ടണത്തിൽ. കൊലപാതകം മാത്രമല്ല, പശ്ചിമ ബംഗാളിൽ നടന്നത് മാത്രമല്ല, ഓട്ടി നടന്ന് അടിക്കുകയാണ് എല്ലാവരെയും. അപ്പോൾ കയ്യിൽ നിന്ന് പിടിവിട്ട് പോയ ഒരു പ്രത്യേക സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി സ്ട്രൈക്സ് അഗെയിൻ എന്നുള്ളതാണ്. ഇതിനൊരു പാരലൽ കൂടിയുണ്ട്. ഈ പണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പെഗാസസ് സോഫ്റ്റ്വെയറിൻ്റെ സമയത്തും ഇതുപോലൊരു ചോദ്യം ഉണ്ടായി. പെഗാസസ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചോ ഇല്ലയോ? കോടതിയിലും ചോദ്യം വന്നു. ഉണ്ടെന്നും പറയില്ല, ഇല്ലെന്നും പറയില്ല കോടതിയിൽ. അങ്ങനെയായിരുന്നു ആ സമയത്ത്. ആ സംഭവം പിന്നെ അവസാനം അത് പൊളിഞ്ഞു പോകാൻ കാരണം കോടതി ഒരു കമ്മീഷനെ നിയോഗിക്കുന്നു. ഈ കമ്മീഷനിൽ ഫോൺ കൊടുക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറാകുന്നതിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഈ ഫോൺ പോയാലും ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഇവർ ഉപയോഗിക്കുമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് പോയത്. ഇപ്പോഴും നമുക്കറിയില്ല ഈ പെഗാസസ് സോഫ്റ്റ്വെയർ ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രവർത്തകരെ, ജേർണലിസ്റ്റുകളെ കോപ്പി അടിക്കാൻ, അവരെ നിരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചില്ല എന്നുള്ളത് $1 മില്യൺ ക്വസ്റ്റ്യനായി ഇപ്പോഴും നിൽക്കുകയാണ്. കേന്ദ്ര സർക്കാർ മറുപടി പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ കാര്യത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഇന്ന് മറുപടി പറയേണ്ടി വരും. വീണ്ടും അവർ മറക്കാൻ ആഗ്രഹിച്ച ആ വിഷയം ഒരിക്കൽ കൂടി അവർ ഓർമ്മയിലേക്ക് വരികയാണ്. ബീഹാറിൽ ഇതുപോലെ തന്നെ AK-47 ഉപയോഗിച്ച് വെടിവെച്ചതിനെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്ന വലിയ ക്യാമ്പയിനായിരുന്നു. ഇപ്പോൾ അത് സമ്മതിച്ചിട്ടുണ്ട്. ഒരു പോലീസുകാരൻ ഇടയ്ക്ക് പെട്ടുപോയപ്പോൾ അറിയാതെ വെടിവെച്ച് പോയതാണ്, ചെറുതായിട്ടൊന്ന് വെടിവെച്ചു എന്ന് പറയുന്നത് പോലെ അവർ സമ്മതിച്ചു. പക്ഷേ അങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. പക്ഷേ ഇവിടെ
പെലറ്റ് ഗൺ ഉപയോഗത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാരിന് നിലപാട് പറയേണ്ടി വരും. പാർലമെൻറ്റിൽ വളരെ വിദഗ്ധമായി നാണം കെട്ടിട്ടായാലും ഇത്രയും ബഹളം ഉണ്ടായിട്ട് പാർലമെൻറ്റിൽ ഒരു ദിവസം പോലും വരാതെ, പാർലമെൻറ്റിൻ്റെ പരിസരത്ത് വന്നിട്ട് പാർലമെൻറ്റിനകത്ത് കയറാതെ, പാർലമെൻറ്റിനകത്ത് കയറിയാലും ഒരു വാക്ക് പോലും സംസാരിക്കാതെ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി ഒളിച്ചോടി പാർലമെൻറ്റ് സെഷൻ അവസാനിച്ചതിന് ശേഷമാണ് പ്രതിപക്ഷ നേതാവ് ഈ പെലറ്റ് ഗൺ ഇഷ്യൂ വീണ്ടും ഉയർത്തിയിരിക്കുന്നത്. ഇത്തവണ എന്ത് ചെയ്യും? കേസ് എടുക്കില്ല എന്ന് ഇപ്പോൾ പറഞ്ഞു. ഇതിനൊരു പ്രത്യേകം ഒരു കേസില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രത്യേക ഒരു കേസില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കേസ് എടുക്കാതെ ഇന്ത്യയുടെ ചെറിയ ആളല്ല, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവാണ്. നിങ്ങൾ പണ്ട് പപ്പു എന്ന് വിളിച്ച് അപമാനിച്ച ആളല്ല. ഇന്ന് രജിസ്റ്റർ ചെയ്തതായിട്ട് ഇപ്പോൾ വാർത്തകൾ വരുന്നു. എക്സാക്ട്ലി. അപ്പോൾ രാഹുൽ ഗാന്ധി ഗെയിം 2, അപ്പോൾ 2-0 ആണ്. രാഹുൽ ഗാന്ധിയുടെ അന്നത്തെ സമരവും ഇങ്ങനെ തന്നെയായിരുന്നു, പ്രധാനമന്ത്രിയുടെ വീടിന് മുമ്പിൽ. ഇതാ ഇപ്പോൾ വീണ്ടും BJPയുടെ പണി അവരുടെ തന്നെ റൂൾ ബുക്ക് അനുസരിച്ച് പാളുകയാണ്. ഇങ്ങനത്തെ സർപ്രൈസ് മൂവുകൾ, ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും പെടാൻ പറ്റാത്ത രീതിയിൽ പ്രതിയോഗിയെ കൊടുക്കുക, ബൗദ്ധികമായി അവരെ അങ്ങ് താറടിക്കുക, ഈ സാധനങ്ങൾ മുഴുവൻ ഇന്ത്യയിലെ ഒരു സംഘം ചെറുപ്പക്കാർ ചെയ്യുകയും ആ ചെറുപ്പക്കാർ രാഹുൽ ഗാന്ധിയെ ഹീസ് ഗുഡ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. വളരെ മനോഹരമായ ഒരു പ്രതികാരത്തിൻ്റെ സമയം കൂടിയാണ്. യെസ്, എന്തായാലും രാഹുലിൻ്റെ ആ പെട്ടെന്നുള്ള നീക്കം, ഇന്ന് പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുള്ള ആ നീക്കത്തിന് ഇപ്പോൾ വിജയം കണ്ടിരിക്കുകയാണ്. പോലീസ് FIR രജിസ്റ്റർ ചെയ്തു എന്നുള്ള വാർത്തകളാണ് വരുന്നത്.